2 വർഷം മുൻപ് നടന്ന ഒരു കൊലപാതകം. ആ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ക്രിമിനലിനെ 2 വർഷം കാത്തിരുന്ന് കൊലപ്പെടുത്തിയിരിക്കുന്നു. സംഭവം നടന്നത് ഇൻഡോറിലാണ്. കഴിഞ്ഞ ദിവസം കാറിൽ സുഹൃത്തുക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കവെയാണ് അഭി തോമർ എന്ന കെട്ടിട കരാറുകാരൻ കൊല്ലപ്പെടുന്നത്. വ്യാഴാഴ്ച രാത്രി വൈകി ലസുഡിയ പോലീസ് സ്റ്റേഷൻ പ്രദേശത്തെ പെട്രോൾ പമ്പിന് സമീപമാണ് ഈ സംഭവം നടക്കുന്നത്. 2 ബൈക്കുകളിലെത്തിയ സംഘമാണ് അവിതേന്ദ്ര എന്ന അഭി തോമറിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. 5 പേരായിരുന്നു ബൈക്കിലെത്തി ആക്രമണം നടത്തിയത്. എന്നാൽ ഈ കൊലപാതകത്തിന് പിന്നിൽ മറ്റൊരു കൊലപാതകത്തിന്റെ കഥയുണ്ട്. 2 വർഷം കാത്തിരുന്ന് നടത്തിയ ഒരു പ്രതികാര കൊലപാതകമായിരുന്നു അഭി തോമറിന്റേത്. 2024 വിഷ്ണു യാദവ് എന്ന യുവാവിനെ അഭി തോമർ അടങ്ങുന്ന സംഘം അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തോമറിനും അയാളുടെ സഹോദരനുമെതിരെ കേസും നിലനിൽക്കുന്നുണ്ട്. അഭി തോമറിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഘത്തിലുള്ള ഗുൽഷൻ എന്ന യുവാവ് വിഷ്ണുവിന്റെ സഹോദരനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പ്രതികാര കൊലപാതകമാകാമെന്ന് പോലീസ് സംശയിക്കുന്നത്. पुलिस थाना लसूड़िया के अंतर्गत जो रिंग रोड पे एक गुलाब बाग पेट्रोल पंप है, वहाँ पे एक घटना देर रात हुई थी, जिसमें एक जो 4 व्हीलर थी, i20 गाड़ी थी, जिसमें अभी तोमर वहाँ पे किसी अपने दोस्तों के साथ बात कर रहा था. उसी समय 2 मोटरसाइकिलों पर लगभग 5 लोग आए हैं और उसको गोली मतलब फायर किया है, जिससे लगभग मौके पर ही अभी तोमर की डेथ हो गई थी. पुलिस ने इस मामले में जो 103 BNS हत्या का मामला दर्ज किया है और इसमें प्राइमा फेसी जो आरोपी गुलशन यादव, इसके अलावा गौरव है और तीसरा आरोपी इसमें डेलू लारिया है. ये तीनों ही आरोपी भिंड के रहने वाले हैं और जो मृतक अभी तोमर है ये भी भिंड का रहने वाला था और अभी भिंड से लगभग 3 से 4 महीने पहले भिंड से यहाँ पर रहने के लिए आया था. वर्ष 2024 में जो आरोपी इसमें गुलशन यादव है, उसका जो छोटा भाई है विष्णु यादव, उसकी हत्या जो आरोपी जो अभी मृतक है अभी तोमर, उसके जो भाई और उसके साथियों ने की थी. तो प्राइमा फेसी जो पूरा जो मामला भिंड कोतवाली क्षेत्र का था और बाद में उसी का बदला लेने के लिए ये घटना कारित की है. पुलिस ने फिलहाल इसमें 103 BNS का अपराध पंजीबद्ध किया है और अज्ञात आरोपियों जो नामजद आरोपी इसमें हैं, उन सभी की तलाश और गिरफ्तारी के लिए इसमें 4 टीमें गठित की गई हैं. शीघ्र इस मामले में गिरफ्तारी की जाएगी. ബിന്ദു സ്വദേശിയും കെട്ടിട കരാറുകാരനുമായ തോമർ 3-4 മാസം മുൻപാണ് ഇൻഡോറിലേക്ക് സ്ഥലം മാറിയെത്തുന്നത്. കൊലപാതകം നടത്തുന്നതിന് മുൻപ് പ്രതികൾ തോമറിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചിരുന്നതായും ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതികൾ ബുധനാഴ്ച മുതൽ തോമറിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. നിലവിൽ 5 പ്രതികളിൽ 3 പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഗുൽഷൻ യാദവ്, ഗൗരവ്, ഡെൽഹു ലാരിയ എന്നിവരാണ് അവർ. ഒപ്പമുള്ള മറ്റ് 2 പേർ ആരെന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്താനായി 4 പോലീസ് സംഘങ്ങൾ രൂപീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണിപ്പോൾ. അപ്പോഴും ഗുൽഷന്റെ സഹോദരൻ വിഷ്ണുവിന്റെ കൊലപാതകത്തിൽ എന്തുകൊണ്ട് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിയില്ലെന്നും കൂടുതൽ നടപടികൾ സ്വീകരിച്ചില്ലെന്നുമുള്ള ആരോപണങ്ങളും അവിടെ ഉയർന്നു വരികയാണ്. ഇപ്പോൾ ഒളിവിൽ പോയ പ്രതികൾക്കായുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.